ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടൽ ക്ലൗഡ്. അങ്ങനെ നീണ്ട ഒരു മാസത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ലോങ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഞാനാണ് ഒരു മാസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ഇടുന്നത്. കുറേ ദിവസമായിട്ട് ലൈഫ് ഭയങ്കര ഹെക്ടിക്കായിരുന്നു. എല്ലാം ചെയ്തു തീർക്കാൻ സമയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമുണ്ട്, പക്ഷെ ഒന്നും ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ, ഇനി കറക്റ്റായിട്ട് വീഡിയോ ഇടാം. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. സോ ഇന്നത്തെ വീഡിയോ ഈസ് സംതിങ് ഡിഫറെന്റ്. എന്താണെന്നുള്ളത് ക്യാപ്ഷനും തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയേ പറയാം. ഈ നടന്നു വരുന്ന മനുഷ്യനോട് 2 ദിവസം ഞാൻ നല്ല അടിയായിരുന്നു. അതിന്റെ മ്ലാനതയും മ്ലേച്ഛതയാണ് ഈ മുഖത്ത് കാണുന്നത്. അടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കൂടെ വിളിച്ചിട്ട് പോകാനായിട്ട് എനിക്ക് വേറെ ഫ്രണ്ട്സ് ആരും ഇല്ല. സോ നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആവശ്യത്തിനായിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. എവിടേക്കാ എന്താന്നുള്ളതൊക്കെ നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മൾ ഡൽഹി പോവാണ്. ഒരു യൂട്യൂബ് ഇവന്റിന് വേണ്ടിയിട്ടാണ് പോണത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഷോപ്പിംഗ്. ആദ്യമായിട്ട് ഒരു ഇവന്റിന് പോകണോണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എന്ത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഇടണം, എന്തിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇത് ആക്ച്വലി എല്ലാ ക്രിയേറ്റേഴ്സിനെയും വിളിച്ചിട്ടുള്ള പരിപാടി പോലത്തെ സംഭവമായിരുന്നില്ല, ഒരു മീറ്റിംഗ് പോലത്തെ ഒരു സംഭവമായിരുന്നു. ആകെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു 170 അങ്ങനെ എന്തോ ക്രിയേറ്റേഴ്സിനെ മാത്രം ഇൻവൈറ്റ് ചെയ്തിട്ടു. പിന്നെ കംപ്ലീറ്റ്ലി സ്പോൺസേർഡ് ആയിട്ടുള്ള ട്രിപ്പും കൂടെ ആയിരുന്നു. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഒരു ഫോർമൽസ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ഇടാനായിരുന്നു. ബൈ ദ വേ, ഇത് ഫോർമൽസ് ഒന്നും അല്ല, ഇത് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടി വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയത്. ആദ്യം നമ്മൾ പോയത് വെസ്റ്റ് സൈഡിലായിരുന്നു. അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഫോർമൽസ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. ഉള്ളതൊക്കെ എന്റെ സൈസിന്റെ ഇരട്ടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി നേരെ പോയത് പാന്റലൂൺസിലോട്ടായിരുന്നു. അവിടെ കുറെ സാധനം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വേണ്ട പോലത്തെ സാധനം ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ദിവസം പാലക്കാടുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങിയിട്ടുണ്ടാവും. 2 കടകളിലും കയറി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ക്ഷീണമായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി ഞം അടിക്കാന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ പോയത് സ്റ്റൈൽ യൂണിയനിലോട്ടായിരുന്നു. സ്റ്റൈൽ യൂണിയനിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അവിടെ പോകാറുള്ള ടൈമിലൊക്കെ കൂടുതലും ഫോർമൽസ് പോലത്തെ സാധനങ്ങൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി എനിക്ക് അവിടെ നിന്നായിരുന്നു കുറച്ചുകൂടെ നല്ല കളക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ മനസ്സിലൊത്ത പോലത്തെ സാധനം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ ഒരു സ്പോയിലർ പറയാം. ഫോർമൽസ് എന്ന് പറഞ്ഞ് നോക്കി അവസാനം പരിപാടിക്ക് ഞാൻ ഇട്ടത് കാഷ്വൽ ആയിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും കാഷ്വൽ ആയിരുന്നു അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഫോർമൽസ് ഒന്നും ഇടാതെ പോയി. എനിക്ക് എപ്പോഴും ഏത് ട്രിപ്പിന് പോവുകയാണെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള ഔട്ട്ഫിറ്റ്, പരിപാടി ഇടാനുള്ള ഔട്ട്ഫിറ്റ്, പിന്നെ നൈറ്റ് വെയർ, ഇതെല്ലാം പുതിയത് വാങ്ങുക എന്നുള്ളത് പണ്ട് മുതലേ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മേൽ പറഞ്ഞ എല്ലാ സാധനത്തിനും ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഒരു എയർപോർട്ട് ഔട്ട്ഫിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവന്റിന് ഇതിട്ടാലോ എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഞാൻ സൈസ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു എനിക്കൊരുമാതിരി പുട്ടുകുറ്റിയുടെ ഫീലായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറച്ചൊന്നും അല്ല, കുറേ കടകളിൽ കയറി കുറേ ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഔട്ട്ഫിറ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോയത് മാക്സിലോട്ടായിരുന്നു. മാക്സിൽ അങ്ങനെ ഫോർമൽസ് ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. എന്നാലും എന്തെങ്കിലും കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് കയറി നോക്കിയതായിരുന്നു. അവിടെ നിന്ന് ഒന്നും കിട്ടാതായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷോപ്പിംഗ്. ഇത് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഒന്നും കിട്ടില്ല. ആകെപ്പാട് ഈ ഒരു വൈറ്റ് ഷർട്ട് മാത്രം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഈ ഒരു സാധനം നല്ലപോലെ നോക്കി വെച്ചോ, കാരണം ആവശ്യം വരും. ഞാൻ പേഴ്സണലി അധികം മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ആളാണ്. മേക്കപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒരു ഇവന്റിന് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പർപ്പിളിൽ കയറി മേക്കപ്പിനുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തായിരുന്നു. എനിക്ക് അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോയിൽ കാണാൻ എന്തെന്നറിയില്ല, നല്ല രസമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞാൻ പോയത് വെസ്റ്റ് സൈഡിലോട്ടായിരുന്നു. അവിടെ ഞാൻ ഈ ഒരു റെഡ് ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൻ്റെ ഇവന്റ് ആയതുകൊണ്ട് തന്നെ റെഡ് നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. ആൻഡ് ഗെസ് വാട്ട്, ഞാനത് വാങ്ങിക്കുകയും ചെയ്തു. നേരത്തെ വാങ്ങിയ ആ വൈറ്റ് ഷർട്ടിന്റെ മുകളിലായിരുന്നു ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്, കാരണം എനിക്ക് സ്ലീവ്ലെസ് ഇടാൻ അത്ര കംഫർട്ടബിൾ അല്ല. ഈ ഡ്രസ്സ് എനിക്ക് അങ്ങനെ 100% സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അജി പറഞ്ഞു നല്ല രസമുണ്ട്, യൂട്യൂബിന് മാച്ച് ആവുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങിച്ചു. എന്തായാലും എല്ലാ കടകളിലും കയറി, എന്നാൽ പിന്നെ സ്റ്റുഡിയോയിലും കൂടെ കയറി നോക്കാന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഈ ഒരു വൈറ്റ് ഹീൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ വൈറ്റ് ഹീൽസ് ഇട്ടാൽ നല്ല രസം ഉണ്ടാവുമല്ലേ എന്ന് കൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു. കറക്റ്റ് സ്റ്റുഡിയോയിൽ പോയപ്പോൾ എനിക്ക് ആ ഹീൽസ് കിട്ടും. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 7 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു ദിവസം മാത്രമേ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നേരെ റിലയൻസിൽ പോയി കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോകാൻ ഒരു പെട്ടിയും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി.
the next day. ഒരു ദിവസം ഷോപ്പ് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ദിവസം എന്താ പുറത്തുനിന്നല്ലേ? വീടെത്തിയപ്പോൾ ചെറിയൊരു മനംമാറ്റം. ആ റെഡ് ഡ്രസ്സ് വേണ്ട, ആ വൈറ്റ് ഷർട്ടും ഞാനൊരു ജീൻസും തന്നെ ഇട്ടോളാന്നായി. എന്നാ പിന്നെ ആ ഡ്രസ്സ് റിട്ടേൺ ചെയ്തിട്ട് പകരം ഞാനൊരു ബാഗ് വാങ്ങാന്ന് വിചാരിച്ചു. ആ ഡ്രസ്സ് വെസ്റ്റ് സൈഡിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ട് റിട്ടേൺ ചെയ്ത് ആ പൈസയ്ക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ വന്നത് മാക്സിലോട്ടായിരുന്നു. മാക്സിൽ നമ്മുടെ ആ വെള്ള ഷർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് ഇട്ടിട്ട് ഞാൻ 2 ബാഗും അങ്ങോട്ട് ട്രയൽ നോക്കി. ഇതൊന്നും അല്ലാതെ ഓൺലൈനിൽ 2 സാധനവും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു സാധനം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു കോട്ട് സെറ്റ് ആയിരുന്നു. പക്ഷെ പാൻറ് എനിക്ക് ഭയങ്കര ലൂസായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ കോട്ട് മാത്രം ഇട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ വയ്യാത്തതുകൊണ്ട് ഈ ഷർട്ട് തന്നെ ഇട്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇപ്പം ആലോചിക്കുമ്പോൾ അത് നന്നായി. ഈ ഒരു ഷർട്ടാണ് കുറച്ചുകൂടെ ഭംഗി എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് പറയാൻ മറക്കണ്ട. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇസ് പാക്കിംഗ്. മീഷോന്ന് ഞാൻ ഈ ഒരു ചാർജർ കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തലേ ദിവസമായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അതും കൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. പ്രശ്നം അതൊന്നും അല്ല. ഇത് കയ്യിൽ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഇതിൽ ഈ ഒരു കോഡ് ഉണ്ടല്ലോ, ഈ സാധനം ചുറ്റി കൊടുക്കും. ഏകദേശം ഒരു 20 to അര മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഡ് മൊത്തം ചുറ്റി തീർക്കാനായിട്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോവും വേണം. പാക്കിംഗ് പോലും ചെയ്തിട്ടില്ല. ഈ സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഈ പരിപാടിക്ക് നിന്നത്. പക്ഷേ സാധനം കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സമയം കണ്ടല്ലോ അല്ലേ? ഈ ഒരു ടൈമിലായിരുന്നു ഞാൻ എന്തൊക്കെ കൊണ്ടുപോകണ്ടെന്നുള്ള ലിസ്റ്റ് ഇടാൻ തുടങ്ങിയത്. ലിസ്റ്റൊക്കെ ഇട്ട് നേരെ പോയി നല്ല വിശാലമായിട്ടൊരു കുളി കുളിച്ചു. വല്ല സ്പെഷ്യൽ പരിപാടിക്കൊക്കെ പോണ സമയത്ത് മുഖത്ത് 4-5 കുരു അത് നിർബന്ധമാണ്. ഇപ്രാവശ്യം കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ഇവന്റ് ആയോണ്ടാണോ എന്നറിയില്ല, കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ കുരുവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മൊത്തം പിമ്പിൾ പാച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുക. ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പെട്ടി എടുത്ത് വന്ന് പാക്കിങ്ങിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 2 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഷടപടിയെന്നായിരുന്നു. ഈ ഒരു പൗച്ച് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാട്ടാ. അടുത്തന്നെ ഞാൻ ഇതിന്റെ വീഡിയോ ഇടാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ മതിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാം. പക്ഷെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു മുടി സെറ്റ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. നമ്മൾ കുളിച്ച് ആ ഒരു ടൈമിൽ മുടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് മുടി നല്ല അടിപൊളിയായിട്ട് കിടന്നോളും. അതേസമയം മുടി എയർ ഡ്രൈ ചെയ്ത് പിന്നെ എപ്പോഴെങ്കിലും സെറ്റ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യേയില്ല. ആൻഡ് ലാസ്റ്റ് അപ്പ് ജേർണി നമുക്ക് പോകണ്ടേ. അങ്ങനെ നമ്മൾ പോകുന്ന ദിവസം വന്നെത്തി ഗായ്സ്. രാവിലെ നേരത്തെ എഴുന്നേറ്റു എന്ന് ഞാൻ പറയില്ല, ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ ഇറങ്ങാൻ പോവാണ്. സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ഷൂസ് ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ മൊത്തം ഔട്ട്ഫിറ്റ് ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ അത്ലറ്റിക്സോ അല്ലെങ്കിൽ സ്പോർട്സിനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ, അതേപോലത്തെ ഔട്ട്ഫിറ്റ് ആയിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൊണ്ടുവിടാനായിട്ട് നമ്മുടെ സ്വന്തം പട്ടിച്ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പോണ വഴി ഒറ്റൊരു സാധനം വാങ്ങാൻ വേണ്ടി തുണിക്കടയിൽ കയറിയാണ്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പട്ടുവിന് ഓണക്കോടി എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ പിന്നെ അജയേട്ടനെയും കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ നമ്മൾ പോകുന്നത് കോയമ്പത്തൂർ എയർപോർട്ടിലേക്കാണ്. എൻ്റെ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ അടുത്തുള്ള എയർപോർട്ട് കോയമ്പത്തൂരാണ്. ഞാൻ 2 സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ 2ാമത്തെ സാധനമാണ് ഇത്. അജീനെ വരുന്ന വഴിക്ക് കൊറിയർ ഓഫീസിൽ കയറി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞാണ്. എങ്ങാനും കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇടാലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് അത്രയ്ക്ക് കറക്റ്റ് ആയിരുന്നില്ല. എനിക്കറിയില്ല, ലാസ്റ്റ് മിനിറ്റിൽ മനസ്സ് മാറുമ്പോൾ നമുക്കൊരു കംഫർട്ട് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ കോയമ്പത്തൂർ എയർപോർട്ടിലോട്ട് എത്തി. കുറേ പേര് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അങ്ങനെ പേടിയില്ല. ഫസ്റ്റ് ടൈം ആയിരുന്നില്ല. ഫസ്റ്റ് ടൈം ആയിരുന്ന ടൈമിൽ എനിക്ക് നല്ല പേടിയായിരുന്നു. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു, കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ പിന്നെ അത്യാവശ്യം കുറച്ച് യൂസ്ഡ് ആയി. യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഫ്ലൈറ്റിൽ കയറി പോകുന്നു എന്നല്ല, 2-3 തവണ കയറി കഴിഞ്ഞപ്പോൾ ഇതൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ഉള്ളത് കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പോൾ പിന്നെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു നമ്മുടെ ഫ്ലൈറ്റിൽ കയറാനായിട്ട്. ആ ടൈം ആയപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു. ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 10,000 തവണ ചോദിച്ചതാണ് വിശക്കുന്നുണ്ടോ, വിശപ്പുണ്ടോ, സാധനം വാങ്ങിത്തരണോ, എന്തെങ്കിലും വാങ്ങണോ എന്നൊക്കെ. അപ്പോൾ ആ ടൈമിൽ ഭയങ്കര ജാടയായിരുന്നു, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം എയർപോർട്ടിൻ്റെ അകത്ത് കയറി നല്ല കത്തി വില കൊടുത്തിട്ടാണ് ഈ സാധനം തിന്നത്. 200 രൂപയുടെ തൈരോട് 230 രൂപ ദോശ.
അപ്പോഴേ പറഞ്ഞതാണ് വരുമ്പോ കഴിച്ചിട്ട് വരാൻ. ഞാൻ പറഞ്ഞു, നീയാണ് കേൾക്കാതെ. ഞാൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞ, എനിക്ക് എന്തായാലും കുഴപ്പമില്ല എന്നാ പറഞ്ഞു. എനിക്ക് എന്തായാലും കുഴപ്പമില്ല, അതായത് എന്ത് വേണമെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് നേരം അവിടുത്തെ കടകളിലൊക്കെ കയറി ഇറങ്ങി. അവിടെ സ്റ്റാർബക്സ് കണ്ടപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് സ്റ്റാർബക്സ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ടൊരു കോൾഡ് കോഫി ആയിരുന്നു ഓർഡർ ചെയ്തത്. നത്തിങ് സ്പെഷ്യൽ. ആ കോൾഡ് കോഫി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവുമല്ലോ അല്ലേ. ഇനി നമുക്ക് നേരെ പോയി ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാം. Safety and the safety of fellow passengers. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എപ്പോഴും ഒരേ കാഴ്ച തന്നെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ സ്പെഷ്യലായിട്ട് മാറി മാറി വരുന്ന കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എത്ര കണ്ടു കഴിഞ്ഞാലും ആ കാഴ്ച മതിയാവുകയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോൺ വെജും അജി വെജും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെജിൽ ചെറുപയറും ബ്രെഡും, നോൺ വെജിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വെജ് വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു, പക്ഷെ നോൺ വെജ് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ വൈഫൈ കണക്ട് ചെയ്ത് ഒരു സിനിമയൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ ട്രാൻസിൽവേനിയ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് കാണാനൊന്നും നിന്നില്ല, ആകെ പകുതിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വന്ന് കിടന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല സൂര്യനും ഉണ്ടായിരുന്നു, നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചം അടിച്ചപ്പോൾ എൻ്റെ മുഖത്ത് ബൾബ് പോലെ നിൽക്കുന്ന കുരുക്കളും ഉണ്ടായിരുന്നു. ശരിക്കും 6:30 എത്തേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. ക്യാപ്റ്റൻ പക്ഷേ കുറേ മുമ്പ് അനൗൺസ് ചെയ്തത് നമ്മൾ ഏകദേശം 15 മിനിറ്റ്സ് നേരത്തെ എത്തും എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 6:30 എത്തേണ്ട ഫ്ലൈറ്റ് 7 മണിക്കാണ് എത്തിയത്. താഴെ എത്തി നെറ്റ്വർക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 3-4 മിസ് കോൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സ്പോൺസേർഡ് ഇവന്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയത് മുതൽ തിരിച്ച് ഫ്ലൈറ്റ് കയറി വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും യൂട്യൂബ് തന്നെയാണ് നോക്കാറുള്ളത്. അപ്പോൾ അവരുടെ ആൾക്കാർ 6:30 മുതൽ എയർപോർട്ടിൽ വെയിറ്റിംഗ് ആണ്. നമ്മളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് കുറേ പേര് വിളിച്ചതായിരുന്നു. രസം അതൊന്നും അല്ല, നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയത് പോരാണ്ട് നമ്മുടെ ലഗേജ് കിട്ടാനായിട്ട് ഏകദേശം 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡൽഹി എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടും ആണ്. അതിൻ്റെ ഉള്ളിലെ ഇൻഫ്രാസ്ട്രക്ചറും അടിപൊളിയായിരുന്നു. കുറേ കടകളും ഉണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ നല്ല സെറ്റായിരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവർ ആക്സലറേറ്റർ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യ ആർ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അവരെന്നെ ക്യാബും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബ് ആൾ തന്നെ വന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. നമ്മുടെ സ്റ്റേ ഹോട്ടൽ ക്രൗൺ പ്ലാസയിലായിരുന്നു. ക്രൗൺ പ്ലാസ വാസ് ആക്ച്വലി 5 സ്റ്റാർ ഹോട്ടൽ. ഇത് പക്ഷേ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇതെന്താ പറയുക, ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്, പക്ഷേ സ്റ്റാർ വാല്യൂ ഇല്ല എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അത് 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവരുടെ മാനേജേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോ റൂംസ് ഒക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ക്രിയേറ്റേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു റൂം ഉണ്ടായിരുന്നത്. ഈ ഒരു റൂമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിയ എന്താ പറയുക റൂമും വാഷ്റൂമും ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളൊന്നും നോക്കാൻ നിന്നില്ല, നല്ല വിശപ്പായിരുന്നു. താഴെ അവർ ഡിന്നർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജി ഓൾറെഡി ഡിന്നറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേഗം പോയി കഴിച്ചിട്ട് വരാം, വന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്.
ഫുഡ് അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മട്ടൻ, ചിക്കൻ, പനീർ അങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നു. അവിടെ ഒരു ഹാളിലായിരുന്നു എല്ലാ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ കാണാറുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറേ ഹിന്ദി ടെക് ചാനൽസിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ഫുള്ള് യൂട്യൂബിനെ പറ്റി ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ അയ്യോ യൂട്യൂബോ വേറെ ജോലിയൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോയി കഴിയുമ്പോഴാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജെൻസി പിള്ളേർ ഹലോ ഗൈസ് പറയുന്നതോ അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ നോർത്തിലൊക്കെ ഈ എല്ലാ വലിയ ആൾക്കാരും ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യുന്ന ഒരു ജോബാണ് ഈ യൂട്യൂബ്. എന്തായാലും ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ്. കഴിച്ചതിന് ശേഷം നേരെ റൂമിലോട്ട് വന്നു. ഞാനൊരു റൂം ടൂർ കാണിച്ചു തരാം. റൂം ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സ്വിച്ച് ഇട്ടാൽ തുറക്കുന്ന കർട്ടൻ ആയിരുന്നു. പക്ഷെ ഈ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. രാവിലെയാണ് ഈ പരിപാടി കണ്ടുപിടിച്ചത്. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ, എൻ്റെ റൂമിലാണെങ്കിൽ കറക്റ്റ് സ്വിമ്മിംഗ് പൂളിന്റെ സൈഡ് വ്യൂ വരുന്ന പോലത്തെ റൂമായിരുന്നു. അപ്പുറത്തെ സൈഡൊക്കെ ജസ്റ്റ് ഒരു പച്ച മൈതാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി റൂമിന്റെ കാര്യം പറയാനാണെങ്കിൽ ഈ സൈഡ് ടേബിളും പിന്നെ കുറേ ലാമ്പ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. സൈഡിൽ തന്നെ ഒരു കൗച്ച് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ടേബിളും അതിന്റെ മുകളിലുള്ള സാധനങ്ങളുമായിരുന്നു. ഒരു ട്രോളി നിറയെ ഫെറാറോ റോഷർ. ആൻഡ് എനിക്ക് സങ്കടം ഉണ്ടാക്കിയത് എന്താണെന്നറിയോ, ഈ ഒരു ട്രോളി നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുവോടാ, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. എന്റെ മനസ്സിലാണെങ്കിൽ ഈ ട്രോളിയൊക്കെ എടുത്തിട്ട് അയച്ചിത്തരോ ആവില്ലേ, വേണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ വേറൊരാളുടെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ആ ട്രോളി നമുക്ക് എടുത്തിട്ട് വരാൻ പറ്റുമായിരുന്നു. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നോക്കാം. പിന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് സ്പെഷ്യലായിട്ട് കുറേ ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കഴിക്കാൻ ഞാൻ മറന്നും പോയി. പിന്നെ ഒരു വലിയ TV ഉണ്ടായിരുന്നു. അതിലാണെങ്കിൽ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ള എല്ലാ ആപ്പും ഉണ്ടായിരുന്നു. ആൻഡ് വാഷ്റൂം, അടിപൊളി വാഷ്റൂം ആയിരുന്നു കേട്ടോ. പല്ലുതേപ്പ് മുതൽ റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങുന്നത് വരെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർ എന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തയ്ക്കാനുള്ള സൂചി നൂലും വരെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിന്റെ നടുക്ക് തന്നെ നല്ല വിശാലമായ ബാട്ടബ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ക്ലോസറ്റ് ഒക്കെ ഇല്ലേ, സ്വിച്ച് ഇട്ടാൽ ചൂടാവുന്ന ക്ലോസറ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു സേഫ് ഒക്കെ ഉണ്ടായിരുന്നു. സേഫായിട്ട് വെക്കാൻ അത്രയും വലിയ സാധനങ്ങളൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് നമുക്കത് ആവശ്യം വന്നില്ല. അയൺ ബോക്സും പിന്നെ അയണിങ്ങിന്റെ ബോർഡും റോബും എല്ലാം ഉണ്ടായിരുന്നു. ആവശ്യമുള്ളപ്പോൾ ചായ, കാപ്പി, ഫ്ലേവർ ടീ അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കുടിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. കലാപരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നേരെ പോയിരുന്നു കുളിച്ചിട്ട് വരാം. നല്ല തിളച്ച വെള്ളത്തിൽ കുളിച്ചിട്ട് വന്നപ്പോൾ നല്ല ആശ്വാസമായിരുന്നു. മുഖത്താണെങ്കിൽ നിറയെ പിമ്പിൾ പാച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ ഇവന്റ്. അപ്പോൾ ഇവന്റിന്റെ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ ഗൈസ്.